അവരെ ആവശ്യം കോടതിയാണല്ലോ പരിഗണിക്കുന്നത്. ആ കോടതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കോട്ടെ. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ടല്ല. CBI എന്ന് പറയുന്നത്, ED എന്ന് പറയുന്നത്, IT എന്ന് പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കടന്നാക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, കൃത്യമായിട്ട് കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിക്കാൻ. അതാണെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ട് നാളെ അത് തന്നെയാണ്. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ കൂടെയാണ്, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൻ്റെ കൂടെയാണ്. അവർക്ക് നീതി ലഭിക്കണം. CBIയുടെ മാർഗം മാത്രമാണോ ഞങ്ങൾ ഏക പോംവഴി എന്ന് ചിന്തിക്കേണ്ടത് ആ കുടുംബമാണ്. അതിനെപ്പറ്റി പാർട്ടിക്ക് കമൻസ് ഒന്നുമില്ല. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളിക്കളയുകയാണ് CPM. CBI മാത്രമാണോ ഒരേ ഒരു മാർഗം എന്ന് കുടുംബം ആലോചിക്കണമെന്ന് CPIയും പറയുന്നു. ഇരു കക്ഷികൾക്കും CBI അത്ര പഥ്യമല്ല എന്നാണ് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. CBI കൂട്ടിലിട്ട തത്തയാണ് എന്നാണ് ഇതിന് CPM പറയുന്ന ന്യായം. എന്നാൽ സോളാർ പീഡന കേസിലും പൂക്കോട് സംഭവത്തിലും CBI അങ്ങനെ ആയിരുന്നില്ല CPMന്. മറ്റൊരു ഏജൻസി ഈ കേസ് അന്വേഷിക്കുന്നതിനെ CPM ഭയക്കുന്നതെന്തിനാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് VP അബ്ദുൾ റഷീദ്, CPI നേതാവ് കൂടിയായ മലയാളപ്പുഴ ശശി, ഇടത് സഹയാത്രികൻ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ MN കാരശ്ശേരി എന്നിവർ. ആദ്യം MN കാരശ്ശേരിയിലേക്ക്. ശ്രീ MN കാരശ്ശേരി, ഒരു CBIയെ കുറിച്ച് ഈ ഇടത് പാർട്ടികൾക്ക് ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ഈ കൂട്ടിലെ തത്ത പ്രയോഗമൊക്കെ. കേന്ദ്ര സർക്കാർ ഭരിക്കുമ്പോൾ CPMന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെട്ട ഒരു കേസിൽ അത് ഒരു CPM സംസ്ഥാന സർക്കാർ വേട്ടയായി മാറുമോ എന്ന് CPM ഭയക്കുന്നത് ന്യായമല്ലേ? അല്ല ജിംസ്, അതിലൊരു കാര്യമുള്ള എന്താണെന്ന് വിചാരിച്ചാൽ, മരിച്ചുപോയ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഒന്നും തിരിയാത്ത ഒരാളല്ല. അവർക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട്, അവർ ഉന്നതമായൊരു ഉദ്യോഗത്തിലിരിക്കുന്ന ആളാണ്. അവർ ഈ പാർട്ടിയുടെ തന്നെ, കുടുംബം തന്നെ പാർട്ടി അനുഭാവികളോ അനുയായികളോ ആണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കക്ഷി CPM അല്ലെങ്കിൽ ഇടതു മുന്നണി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിണറായി സർക്കാർ CBIക്ക് വിടണമെന്ന് അവർ പറഞ്ഞാൽ വിട്ടാൽ കഴിഞ്ഞല്ലോ. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിനെ, ഇവിടുത്തെ പോലീസിനെ അവർക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് ന്യായം മാത്രമാണ്. കാരണം ഈ കേസിൽ തുടക്കം തൊട്ട് തന്നെ വലുതും ചെറുതുമായ പല കള്ളത്തരങ്ങളാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചെറിയ കാര്യമായിട്ട് തോന്നാം. ആ യാത്രയപ്പ് യോഗത്തിലേക്ക് വരുന്ന ശ്രീമതി PP ദിവ്യ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒന്നുണ്ട് എന്ന് കേട്ടിട്ട് ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ കയറിയതാണ്. പിന്നെ അവർ പറയുന്നത് കലക്ടർ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നതെന്നാണ്. അത്ര ചെറിയൊരു കാര്യത്തിൽ അത്ര കളവ് പറയുന്ന ഒരാളാണ് ദിവ്യ എന്ന് രണ്ടും കൂടി ശരിയാവില്ലല്ലോ. ഇതുപോലെ അവർ എന്താണ്, അഴിമതി വിരുദ്ധ സമരം നടത്തുന്ന ആളാണ് അവർ. എന്താണ് സമരം? അവരുടെ സുഹൃത്തായ അല്ലെങ്കിൽ അനുയായിയായ ഒരു പ്രശാന്ത്, അദ്ദേഹത്തിന് 2 പേരുണ്ട്, അദ്ദേഹത്തിന് 2 ഒപ്പുണ്ട്. കള്ളത്തരാന്ന് ഉറപ്പല്ലേ, 2 ഒപ്പുണ്ടാവുക, 2 പേരുണ്ടാവുക. എന്നിട്ട് എന്താണ് പറയുന്നത്, അദ്ദേഹത്തോട് പമ്പിന് അനുവാദം കിട്ടാൻ വേണ്ടി കൈക്കൂലി ചോദിച്ചു. അപ്പോൾ കൈക്കൂലി വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? ദിവ്യ ചെയ്യേണ്ടത് കൈക്കൂലി കൊടുക്കരുത്, നമുക്കത് വിജിലൻസിന് കൊടുക്കാമെന്ന് പറയാണ്. അതാണല്ലോ നാട്ടിലെ നിയമം എന്ന് പറയുന്നത്. നിയമം അറിയാത്ത ആളാണോ അവർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റല്ലേ അന്ന്. അപ്പോൾ അത് കൊടുത്തിട്ട് അനുവാദം കിട്ടി. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നാണ്. എന്ത് പരാതിയാണത്? കൈക്കൂലി കൊടുത്തൊരു ആനുകൂല്യം നേടിക്കഴിഞ്ഞിട്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക. ആ പരാതിയാണെങ്കിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ടില്ല. കണ്ടോ? അപ്പോൾ കള്ളത്തരമാണെന്ന് വ്യക്തമല്ലേ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിൻ്റെ ശ്രീ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ബന്ധുക്കൾ ആരും എത്തിയിരുന്നില്ല. അപ്പോൾ എന്തിനാണ് ആ തിരക്കിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയത്? അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദേഹം കത്തിച്ച് കളയേണ്ടായത്. അത് മനഃപൂർവ്വം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ 2ാമത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറയാൻ യാതൊരു വകുപ്പുമില്ല. അതെന്തു പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നത്, CPM ആണ് ഭരിക്കുന്നത്, ഇതിലുൾപ്പെട്ട ആൾക്കാരൊക്കെ CPM ആണ്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം CPMനെ അല്ലെങ്കിൽ പോലീസിനെ വിശ്വസിച്ചിരിക്കാം. ഇപ്പോൾ വിശ്വസിച്ചത് അബദ്ധമായി എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും.
അപ്പോൾ ഞാൻ പറയുന്നത്, ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് എന്ന് പറയുന്ന കക്ഷിയാണ് CPM. അവരിപ്പോൾ ഗോവിന്ദൻ മാഷ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ ചെന്ന് അവരെ സന്ദർശിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നു. ഈ കൂടെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അനുവദിച്ചു കൊടുത്താൽ മതിയല്ലോ. CBIക്ക് വിട്ട പാർട്ടിക്ക് എന്താ പ്രശ്നം? അപ്പോൾ CBI ഇവിടെ പല കാര്യങ്ങളിപ്പോൾ ഇവിടുത്തെ വളരെ പ്രസിദ്ധമായ അഭയ കേസ് അന്വേഷിച്ച് തലയുണ്ടാക്കി, 92 അഭയ കൊലക്കേസ് CBI ആണോ അന്വേഷിച്ചത്? ചേകനൂർ കേസ് അന്വേഷിച്ചത് CBI ആണല്ലോ. അതുപോലെ എത്ര കേസ്, ഇപ്പോൾ വാളയാർ കേസ് അന്വേഷിക്കുന്നത് CBI ആണല്ലോ. വാളയാർ കേസ് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പിടിച്ചു നിന്ന് എത്രയോ കാലം പിണറായി ഗവൺമെൻറ്. എന്തിനാണിത്? അതായത് ഒരു എരയുടെ കുടുംബത്തിന് ആവശ്യമുള്ളത്, അവർക്ക് ഈ സംസ്ഥാന പോലീസിനെ വിശ്വാസമില്ല. ആ വിശ്വാസമില്ല എന്ന് പറയുന്നത് ന്യായമാണെന്നാണ് എൻ്റെ വിചാരം. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും അത് ന്യായമാണെന്ന് വിചാരിക്കും. കാരണം ആ അളവിലാണ് പോലീസ് ഇത് കൈകാര്യം ചെയ്തത്. അപ്പോൾ CBIക്ക് വിടണം എന്ന് അവർ, പിന്നെ അത് CBI വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് ഇവർക്ക് ഉത്തരവാദിത്തമില്ലല്ലോ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെയോ ആഭ്യന്തര വകുപ്പിനോ ഗോവിന്ദൻ മാഷക്ക് ഒരു ഉത്തരവാദിത്തമില്ല. ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞു, ഇത് CBIക്ക് വിടുമെന്ന് പറഞ്ഞു, ഞങ്ങൾ CBIക്ക് വിട്ടിരിക്കുന്നു, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്യാതെ, അത് CBIക്ക് വിടാതെ നോക്കാൻ വേണ്ടി ന്യായം പറയുന്നത്, അത് വൈകിക്കുന്നത് ഇപ്പോൾ കോടതി പറഞ്ഞാൽ കൊടുക്കേണ്ടി വരുമല്ലോ. ഹൈക്കോടതിയിൽ ഇരിക്കുന്നൊരു സംഗതിയാണിത്. ഹൈക്കോടതി CBIക്ക് വിടണം എന്ന് പറഞ്ഞാൽ വിടേണ്ടി വരും. അങ്ങനെയുള്ള പല കേസുണ്ട്. അപ്പോൾ CBIക്ക് വിടരുത് എന്ന് പറയുമ്പോൾ, വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തോ CPMന് ഒളിക്കാനുണ്ട്, അവർക്കതിനകത്ത് ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതിൽ സംശയിക്കുന്ന ആരെയും സാമാന്യ ബുദ്ധി വെച്ച് കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് എന്നാണ് നിലപാടെങ്കിൽ തീർച്ചയായിട്ടും CBIക്ക് വിടണം. അല്ല, PP ദിവ്യയുടെ കൂടെയാണ് നിലപാടെങ്കിൽ അത് CBIക്ക് വിടണ്ട. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ശരി. ശ്രീ മലയാളപ്പുഴ ശശി, പാർട്ടി CPM കുടുംബത്തിനോടൊപ്പമാണെന്ന് പറയുന്നു, കുടുംബത്തിന് അനുഭവം പ്രകടിപ്പിക്കുന്നു. CPIയും CPIയുടെ മന്ത്രി K രാജനും ഉൾപ്പെടെ കുടുംബത്തോടൊപ്പമായിരുന്നു ഇമോഷണലി. അത് കേരളം കണ്ടതാണ്. CPM പറയുന്നു CBI അന്വേഷണം ആവശ്യമില്ല, CBI കൂട്ടിലിട്ട തത്തയാണ് എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അത് മാത്രമാണോ ഏക പോംവഴി സത്യം തെളിയാനെന്ന് കുടുംബമാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഹൈക്കോടതിയിലെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം അത് കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണമെന്നാണ്. അങ്ങനെ കുടുംബം സംശയിക്കാനിടയായ സാഹചര്യം എന്താണ്? അത്തരം സംശയം തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ലേ? പിന്നീട് പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് കണ്ടുകൊണ്ടാണോ അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് കുടുംബം എത്തിയത്? ആവശ്യം ഉന്നയിക്കുന്നതിന് ഇതൊരു പുതിയ ആവശ്യമായിട്ട് അവർ ഇപ്പോൾ പറയുന്നതല്ല. രേഖാമൂലം കോടതിയിൽ കൊടുക്കുമ്പോൾ അതിപ്പോൾ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം മുതലേ ഉള്ള ചുറ്റുപാടുകൾ അങ്ങനൊരു സംശയത്തിന് ഇടയുണ്ടായിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ അന്തം വിട്ട് സർവ്വ ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അച്ഛനെ നഷ്ടപ്പെട്ട ആ കുഞ്ഞുങ്ങൾക്കോ സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരനോ വേണ്ടത്ര അവധാനതയോടുകൂടി ചിന്തിച്ച് അന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ, ഒരുപാട് സാഹചര്യങ്ങൾ അത്രയൊരു സംശയത്തിന് ഇടം നൽകുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അവരെ ഉന്നയിക്കാൻ കാരണം. പിന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ്. കുടുംബം CBI അന്വേഷണം മാത്രമാണ് ഇതിനുള്ള പോംവഴി എന്ന് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് ആവശ്യമായ ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്തണം എന്ന് തന്നെയാണ് CPIയുടെ അഭിപ്രായം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ആദ്യം മുതലേ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു സുഖത്തിന്, പാചകത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി, സൗകര്യത്തിന് വേണ്ടിയിട്ടോ നവീൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്നതിനപ്പുറം അവർക്ക് നീതി കിട്ടണം. അതിന് അവരാണ് തീരുമാനിക്കേണ്ടത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണം, അവർ ഏത് തരം അന്വേഷണം നടത്തിയാൽ അവർക്ക് നീതി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ ശരിയാകാൻ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ആ അന്യം ഒരു ബലം നഷ്ടപ്പെട്ട, കുടുംബനാഥനെ നഷ്ടപ്പെട്ട ആ കുടുംബത്തിൻ്റെ ദുഃഖം അത് പറഞ്ഞറിയിക്കാനോ അളക്കാനോ ആർക്കും കഴിയത്തില്ല.
ആ വേദന അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അതിന് പരമാവധി മൂല്യം കൽപ്പിച്ചുകൊണ്ടാണ് പാർട്ടി ഈ നിലപാടെടുത്തിരിക്കുന്നത്. ഇന്ന് പറഞ്ഞതിനെക്കുറിച്ച് വിനോദ് വിശ്വം പറഞ്ഞതിനെക്കുറിച്ച് ഒരു സംശയത്തിനിടയില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. കുടുംബത്തിന് വിശ്വാസം അതാണെങ്കിൽ അത് നടക്കട്ടെ, ഇതാ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ശ്രീ മല്ലാലപ്പുഴ ശശി, റവന്യൂ വകുപ്പിലെ ഒരു ജീവനക്കാരനായിരുന്നു ADM നവീൻ ബാബു. റവന്യൂ വകുപ്പ് CPI ഭരിക്കുന്നൊരു വകുപ്പാണ്. പക്ഷേ ഹൈക്കോടതിയിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. സർക്കാരിനെ അതിലേക്ക് നയിക്കാൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കെ CPIക്ക് സാധിക്കുമോ CBI വരട്ടെ എന്ന് സർക്കാരിനെ കൊണ്ട് തീരുമാനിപ്പിക്കാൻ? CBI അന്വേഷണത്തിനെതിരെ ലക്ഷങ്ങൾ മുടക്കി ദേശീയ തലത്തിൽ നിന്ന് തന്നെ വലിയ അഭിഭാഷകർ, സുപ്രീം കോടതിയിൽ അഭിഭാഷകരെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ വാദിച്ച ചരിത്രമുണ്ട് ഈ സർക്കാർ. റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക്, ഞാനും റവന്യൂ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നവീൻ ബാബു എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് നിസ്സംശയം ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് സഖാവ് രാജനാണ്. കേരളത്തിലെ ഏറ്റവും യോഗ്യരായ 10 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ എടുത്ത് അതിലൊരാൾ നവീൻ ബാബു ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സങ്കടകരമായ വിയോഗം അല്ലെങ്കിൽ അതിന് മരണം, അതിന് കാരണക്കാരായവർ ശിക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി മന്ത്രി എന്ന നിലയ്ക്ക് ആ വകുപ്പിന് ചെയ്യാവുന്ന എല്ലാം ഞങ്ങൾ ചെയ്യും എന്ന നിലപാടാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത്, അതിന് പ്രൈമറി ആയിട്ടുള്ള മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനില്ല, മരണത്തിൻ്റെ സാഹചര്യങ്ങൾ, കളക്ടറുടെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കളക്ടറുടെ പങ്ക് ഒക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി ജോയിന്റ് കമ്മീഷണറെ, റവന്യൂ കമ്മീഷണറെ അയക്കുകയും വളരെ കൃത്യമായ സമയപരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി റവന്യൂ വകുപ്പ് മന്ത്രി കണ്ട് അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തു. അതിന്മേൽ ഫർദറായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെയാണ്. അത് അവിടെ ഫയൽ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റവന്യൂ വകുപ്പ് മന്ത്രിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഇതിനകത്ത് ഒരാശങ്കയോ അല്ലെങ്കിൽ ഒരു സംശയവുമില്ല എന്താണ് നിലപാടെന്ന കാര്യത്തിൽ. അവർ അത് ഈ പറഞ്ഞ കണക്ക് പലപ്പോഴും കോടതി പറഞ്ഞ നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞു കൂട്ടിലെടുത്ത അത്തേന്നൊക്കെ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ആണോ പരിഹാരമായിട്ട്, ഇത് മാത്രമായി ഒരു പോംവഴിയുള്ളോ എന്നൊരു ചോദ്യം ആദ്യം അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷെങ്കിൽ തുടർന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് കുടുംബത്തിന് വേണ്ടതെങ്കിൽ അത് നടക്കണം എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനു വേണ്ടി നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. ശരി. ശ്രീ ജയചന്ദ്രൻ, CBI കൂട്ടിലിട്ട തത്തയാണ്. പക്ഷേ CBI വന്നാൽ എന്തോ ഒരു അനീതി സംഭവിക്കും, അവർക്ക് കൃത്യമായി അന്വേഷിക്കില്ല. അതിലും നല്ലതാണ് സംസ്ഥാന പോലീസ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാതിൽ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ കുടുംബം ഈ പോലീസ് അന്വേഷണത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ കൂടുതൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയെക്കുറിച്ച് അവർ സംശയം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്ന CBI അന്വേഷണത്തിന് വിടുകയല്ലേ വേണ്ടത്? എന്നോടാണോ? അതെ, ജയചന്ദ്രൻ. അജിംസെ താങ്കൾ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതായി ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടു. അത് തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരു കോട്ടാണ് താങ്കൾ നടത്തിയത്. അക്കാര്യത്തിൽ ഗോവിന്ദ മാഷ് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ മീഡിയ വണ്ണിൽ ഞാനും കണ്ടതാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്, CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളത് അത് കോടതിക്ക് വിടുന്നു, അത് കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ഇന്ന് പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടിക്ക് CBIയെ സംബന്ധിച്ച് പാർട്ടിക്ക് സുപ്രീം കോടതി പറഞ്ഞ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും പാർട്ടി നിൽക്കുന്നത് ഇന്നലെ പറഞ്ഞു. ഇന്ന് പറഞ്ഞത് CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്, അത് കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ഗോവിന്ദ മാഷ് ഇന്ന് പറഞ്ഞത്. പക്ഷെ താങ്കൾ പറയുന്നത് CBI അന്വേഷണം വേണ്ട എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു എന്ന്. അങ്ങനെ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടില്ലല്ലോ അജിംസെ, പിന്നെ എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? തത്തയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈക്കോടതിയിൽ സർക്കാർ ഇതിനെ എതിർക്കുമോ? സർക്കാർ നയിക്കുന്ന പാർട്ടിയാണ്. ഹൈക്കോടതിയിൽപ്പെട്ട് സർക്കാർ പറയാണ് CBI അന്വേഷണത്തിന് വിടണ്ട എന്ന് സർക്കാർ നിലപാടെടുക്കുമെന്നുള്ളതാണ് ചോദ്യം. അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് വക്കീൽമാരെ കൊണ്ടുവന്ന ചരിത്രമുണ്ട് ഈ സർക്കാരിന്. സർക്കാരിന് അതിൻ്റെ അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഇത് താങ്കൾക്കറിയാത്തതല്ലോ, നിയമ നടപടികൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്ത മാധ്യമപ്രവർത്തനമൊന്നും അല്ലല്ലോ അജിംസ്, എനിക്കും അറിയാമല്ലോ. അപ്പോൾ ഹൈക്കോടതി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇത്ര ദിവസത്തിനകം 6-ാം തീയതി 9-ാം തീയതി 2 ദിവസങ്ങളിലാണ് ഇത് വരുന്നത്. 6-ാം തീയതി കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക. വരുന്ന കാര്യങ്ങളുടെ മുമ്പിൽ നിന്നാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക. ഇന്നലെ കോടതിയിൽ എന്താണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകൻ പറഞ്ഞത്? CBI അന്വേഷണം. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഇത് ആത്മഹത്യ എന്നുള്ള നിലയിലാണ് കേസ് ആദ്യം വന്നത്, ഇപ്പോൾ നിങ്ങൾ പറയുന്നു കൊലപാതകമാണെന്ന്. എന്താണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ തുടങ്ങുന്നത് തന്നെ CBI അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം എന്നാണ്. പക്ഷേ മാധ്യമങ്ങൾ വരുമ്പോഴത്തേക്ക് അത് CBI അന്വേഷണം മാത്രമായിട്ട് അങ്ങ് മാറ്റി നിർത്തി. ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ളത് ഒരു ചാനലിൽ മാത്രമായിട്ട് ഉച്ച മുതൽ വൈകുന്നേരം വരെ സ്ക്രോൾ ചെയ്യുന്നത് കണ്ടത്. ബാക്കിയുള്ളവർ അതങ്ങ് തമസ്കരിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് അവർ പറഞ്ഞത്. അത് ഏത് വേണമെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് അവരുടെ അഭിഭാഷകൻ തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതാണ് അവിടെ നിൽക്കുന്ന സാങ്കേതികമായ ഒരു മറുപടിയാണ് പറയുന്നത്. എന്റെ ചോദ്യത്തിന് സാങ്കേതികമായ മറുപടിയാണ് പറയുന്നത്. ഈ കുടുംബം ഹൈക്കോടതി സമീപിക്കാനുണ്ടായ കാരണം എന്താണ്? അല്ല, ഞാൻ അതിലേക്ക് അത് പറയാനാണ്. നമ്മളിത് പറയുമ്പോൾ CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടു, സർക്കാർ എതിര് നിൽക്കുന്നു, ഗോവിന്ദമാഷ് എതിര് നിൽക്കുന്നു എന്നുള്ള അത്തരമൊരു നിർമ്മിതിക്ക് ശ്രമിക്കുമ്പോൾ അതങ്ങനെയല്ല എന്നുള്ള വസ്തുത പറയേണ്ടത്. അത് സാങ്കേതികത അല്ലല്ലോ. സാങ്കേതികതയെ മാത്രം ചുറ്റിപ്പറ്റിയാണോ ഞാൻ സംസാരിക്കുന്നത്? അല്ലല്ലോ. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് എങ്ങനെയാണ് പറയുന്നത്? കുടുംബം എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കുന്നു? ഇതാണ് താങ്കൾ ഇപ്പോൾ ചോദിച്ചത്. ഞാൻ അതിൻ്റെ മറുപടി പറയാം. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. ഇത് വാസ്തവത്തിൽ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മീഡിയ 1 ചാനലിലടക്കം നവീൻ ബാബു എന്ന വ്യക്തിയുടെ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച ചർച്ചയിലെല്ലാം അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് എനിക്കറിയാവുന്ന വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല. അങ്ങനെ ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുകയില്ല. അതെൻ്റെ വ്യക്തിപരമായ ബോധ്യമാണ്. എൻ്റെ നാട്ടിൽ അദ്ദേഹം 2019-ലും 2021-ലും തഹസിൽദാരായിരുന്നു. അതെനിക്കറിയാവുന്ന, ഞാൻ 2019-ലാണ് പരിചയപ്പെടുന്ന ആ മനുഷ്യനെ. അന്ന് മുതൽ എനിക്കറിയാവുന്നയാളാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ബോധ്യമാണ് അദ്ദേഹം അഴിമതിക്കാരനല്ല എന്നുള്ളത്. അത് ഞാൻ എവിടെയും പറയും. മീഡിയ 1-ലും പറഞ്ഞിട്ടുണ്ട്, മറ്റു ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്, ചർച്ചയിൽ. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ പറയുന്ന കാര്യം അതല്ല. ഇന്നലെ എന്തുകൊണ്ട് എന്ന് കോടതി ചോദിച്ചല്ലോ. അപ്പോൾ വരുന്ന പ്രതികരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു കേസ് തുടങ്ങുന്നത്. നവീൻ ബാബുവിൻ്റെ ഒരു ആത്മഹത്യാക്കുറിപ്പില്ല. ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടാവണം. ഇതാണ് അവരുടെ വാദം ഒന്ന്. അതല്ലെങ്കിൽ അത് പോലീസ് ഒളിപ്പിച്ചതാവണം, അല്ലെങ്കിൽ മറ്റേതോ ബാഹ്യ ശക്തികൾ അത് ഒളിപ്പിച്ചതാവണം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അതിന് മറ്റൊരു സാധ്യത കൂടെയുണ്ട്. കൊലപാതകം എന്നുള്ള സാധ്യത. ആ സാധ്യത കൂടെ അന്വേഷിക്കണം എന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്നത്. ആ തരത്തിൽ ആത്മഹത്യ എന്നുള്ള നിലയിലേക്ക് ആണ് കേസ് ഫയൽ ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. പിന്നീട് ഈ ഒരു പുതിയ രീതിയിലേക്ക് അത് വരികയും ചെയ്യുകയാണ്. അതാണ് കോടതി തുടക്കത്തിൽ തന്നെ ചോദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായത് ഈ BNS 108 വകുപ്പ് ചേർത്തിരിക്കുന്നത്, അബറ്റഡ് സൂയിസൈഡ്, ആത്മഹത്യാ പ്രേരണ കുറ്റം. അത് മാത്രമായിട്ട് നിൽക്കുമോ എന്നൊരു പക്ഷെ തോന്നിക്കാണാം. ഈ ചാർജ് നിൽക്കുമോ? അതുകൊണ്ട് ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഇല്ലെങ്കിൽ ഒന്നുകിൽ അത് പോലീസോ മറ്റേതെങ്കിലും ബാഹ്യശക്തികളോ അത് ഒളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന കാര്യങ്ങളും അതിലുണ്ട് എന്ന് പറഞ്ഞാൽ കേസിന് മറ്റൊരു മാനം വരും. അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. അതാണ് എനിക്ക് തോന്നിയത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെ മറ്റൊന്ന്, ഈ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അനിയൻ്റെയും ഒക്കെ മൊഴിയെടുക്കുന്നത് 19-ാം തീയതിയാണ്, മരണത്തിന് ശേഷം നടന്ന അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ. അന്ന് അവർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഇതേപോലെ ആത്മഹത്യയാണ് എന്നുള്ള കാര്യം തന്നെയാണ്. മറ്റേതെങ്കിലും സംശയങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ CPI നേതാവ് അദ്ദേഹം പറഞ്ഞല്ലോ, എന്താണ് പറഞ്ഞത്, അജിംഷ അദ്ദേഹം ഒരു പദം പ്രയോഗിച്ചിരുന്നു, പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, മിസ്ലീഡ് ചെയ്തു എന്നുള്ള നിലയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവരതങ്ങനെ തന്നെ നിന്നത്. പക്ഷെ പിന്നീടാണ് അവർ മിസ്ലീഡ് അവർക്ക് ആ സമയത്ത് സർക്കാരിലും പോലീസിലും വിശ്വാസം വെക്കുന്നത്. കാരണം അവർ കൂടി വോട്ട് ചെയ്യുന്ന സർക്കാരാണ്.
ഈ പറയുന്ന ആ കുടുംബം തന്നെ ഒരു അല്ല, അത് തന്നെ CPM കുടുംബമാണ്. അതെ. അവരെന്തിനു സംശയിക്കണം? പക്ഷേ അന്വേഷണം അതെ, മുന്നോട്ട് പോകുമ്പോൾ അതാണ് ഈ കൈക്കൂലി misleading കൊടുത്തു എന്നുള്ളതിനെ എന്ന വ്യാജ ആരോപണം അല്ല, ഞാൻ ഉന്നയിച്ച ഉദ്ദേശിച്ചത് ഒരു തന്നെയാണ്. വ്യാജ പരാതി നൽകിയ പ്രശാന്ത് ഈ കേസിൽ എങ്ങുമില്ല. അത് ദിവ്യയിലേക്ക് മാത്രം ഒതുങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനത്തിനുള്ള ഒരു സംശയമുണ്ടല്ലോ ഈ കേസിൽ. അത് ആ കുടുംബത്തിനുണ്ടായി, അത്രയല്ലേ ഉള്ളൂ. അല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അജിംഷെ. അതായത് പിന്നെ ഇൻക്വസ്റ്റിന് ഇവരുടെ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നൊരു വാദം, പോസ്റ്റ്മോർട്ടത്തിന് പിന്നെ ഫോറൻസിക് സർജൻ ഉണ്ടായിരുന്നില്ല എന്ന് മറ്റൊരു വാദം, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഉന്നയിക്കപ്പെടുന്നില്ല. ഇപ്പൊ ജയചന്ദ്രൻ, ഈ സംഭവം നടക്കുന്ന ദിവസം ഏതാണ്ട് 10 മണി മുതൽ 1 മണി വരെ ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്നതിൽ എനിക്ക് തന്നെ തോന്നിയ സംശയം, ഈ കണ്ണൂരിൽ പത്തനംതിട്ട സ്വദേശിയായ കണ്ണൂരിലുള്ള ADM കളക്ടർ സംഭവ സ്ഥലത്ത് വരുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത് ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങുമെന്ന്. അതായത് പത്തനംതിട്ടയിൽ നിന്ന് അവരുടെ ബന്ധുക്കൾക്ക് അവിടെ എത്താനുള്ള സമയത്തിന് മുമ്പ് എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം എന്ന് ഒരു സാധാരണ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയമാണ്. പക്ഷേ ആ സംശയം അവർക്കുണ്ടാവുന്നത്, കുടുംബാംഗങ്ങൾക്കുണ്ടാവാതിരുന്നത് അവർക്ക് ഈ പോലീസിലും സർക്കാരിലൊക്കെ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും. നമുക്കതിന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, പോസ്റ്റ്മോർട്ടത്തിനേക്കാളും മുൻപ് നടക്കുന്നത് ഇൻക്വസ്റ്റ് ആണല്ലോ. മൃതദേഹ പരിശോധന എന്ന് മലയാളത്തിൽ പറയാവുന്ന ഇൻക്വസ്റ്റാണ് ആദ്യം നടക്കുന്നത്. ഇൻക്വസ്റ്റിന് അവരെ ആരെയും പിന്നെ അറിയിച്ചില്ല എന്നൊരു പരാതി ചില ചാനലുകളിൽ ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഈ പിന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള CD എന്ന് പറയുന്ന കേസ് ഡയറിയിൽ ഇൻക്വസ്റ്റിനായിട്ട് അവരാരെയാണ് ബന്ധപ്പെട്ടത്, അവിടെ നിന്ന് കിട്ടിയ മറുപടി എന്തായിരുന്നു, അതിൽ കേസ് ഡയറിയിലുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇൻക്വസ്റ്റ് നടത്തിക്കൊള്ളാൻ അവരോട് പറഞ്ഞതായിട്ടുള്ള തീരുമാനം അതിൽ പറയുന്നുണ്ട്, കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള CD. പിന്നെ ഫോറൻസിക് സർജൻ ഇല്ല എന്നാണ് മറ്റൊരു വാദം. തെറ്റാണത്. ഫോറൻസിക് സർജൻ ഉണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ. എന്ന് മാത്രമല്ല, അത് മുഴുവനും പോസ്റ്റ്മോർട്ടം മുഴുവനും വീഡിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ പിന്നെ പോസ്റ്റ്മോർട്ടം ആയതുകൊണ്ടല്ല, അത് ഒരു പ്രക്രിയയായിട്ട് നിയമപരമായി ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഇതും കംപ്ലീറ്റ് വീഡിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം. അതവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ പറഞ്ഞ കലക്ടറുടെ മൊഴി എടുത്തിട്ടില്ല എന്നാണ് മറ്റൊരു വാദം വന്നത്. മൊഴി എടുത്തിട്ടുണ്ട്, 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം മൊഴി എടുത്തിട്ടുണ്ട്. ഇയാളുടെ പ്രശാന്തിൻ്റെ മൊഴി 2 പ്രാവശ്യം മൊഴി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേസ് ഡയറിയിലുണ്ട് അജിംസെ. അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഹൈക്കോടതി പരിശോധിക്കാൻ പോവുകയാണല്ലോ. 6-ാം തീയതി പരിശോധിക്കുമല്ലോ, 9-ാം തീയതി തീരുമാനം പറയുമല്ലോ, അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഏത് നിലയ്ക്കും അതായത് ഈ പറയുന്നത് പോലെ CBI വേണോ, ക്രൈംബ്രാഞ്ച് വേണോ എന്താണെന്നുള്ളത് ഹൈക്കോടതി എന്ത് തീരുമാനിക്കുന്നോ ആ നിലയ്ക്ക് അത് അങ്ങനെ തന്നെ പോകാനായിട്ട്, ആ നിലയ്ക്ക് തന്നെ അന്വേഷണം നടത്താനായിട്ട് സർക്കാർ ബാധ്യസ്ഥരാണ്, ചെയ്യുകയും ചെയ്യും. അതിനൊരു സംശയമില്ല. ശ്രീ അബ്ദുൾ റഷീദ്, എന്തുകൊണ്ടാകും CPM CBI വേണ്ട എന്ന് പറയുന്നത്? നല്ല ക്രെഡിബിലിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, CBI ഉദ്യോഗസ്ഥൻ വന്നാൽ സ്വന്തം വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് വീട്ടിൽ നിന്നൊരു അറസ്റ്റ് ഉണ്ടാകുമെന്ന ഭയം പാർട്ടി സെക്രട്ടറിയെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഇതിൽ ആർക്കാണ് കൂടുതൽ ഒളിക്കാനും മറക്കാനും ഉള്ളത് എന്നുള്ളത് കേരളം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിവ്യയെ സ്വീകരിച്ചാനയിക്കാൻ അവിടെ ഒരു രേഖകൾ പോലുമില്ലാതെ ദിവ്യ ജയിലിലായപ്പോൾ ജയിലിൽ പോയി സന്ദർശിച്ച വനിതാ നേതാവ് ആരാണ്? അവിടെ ഏറ്റവും ആദ്യം നമ്മളെല്ലാം മുഴുവൻ ചാനലുകളിലൂടെയും വിഷ്വൽ കണ്ടതാണ്. ഏറ്റവും ആദ്യം തലകുത്തി നിന്ന് അവിടെ നിന്ന് സ്വീകരിക്കാൻ വെമ്പൽ കൊണ്ടത് ഏത് നേതാവാണ്? ഏത് നേതാവിൻ്റെ? ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ നമ്മൾ മുഴുവൻ കണ്ടതാണ്. ഇവിടെ ആദ്യം ഒരുപാട് ദുരൂഹതകൾ. ഇപ്പോൾ ശ്രീ M. ജയചന്ദ്രൻ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ആ മൃതദേഹം വാർത്ത അറിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് ആദ്യം ഓടിയെത്തിയ ഒരാളാണ് ഞാൻ. നിങ്ങളുടെ മീഡിയ വണ്ണിൻ്റെ വിഷ്വൽ എടുത്ത് നോക്കുക. അതിൽ ഞങ്ങൾ ഈ ആംബുലൻസ് തടയുന്ന ദൃശ്യമുണ്ട്. ഞാനാണ് ഏറ്റവും ആദ്യം ആംബുലൻസിൻ്റെ മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് തടയുന്നത്. ഞങ്ങൾ അവിടെ ഉന്നയിച്ച ഒരു ആവശ്യമുണ്ട്, ഒന്ന് RTOയുടെ സാന്നിധ്യം അവിടെ വേണം. നിങ്ങൾ അന്നത്തെ മുഴുവൻ വിഷ്വൽ എടുത്ത് നോക്കുക. അവിടെ ഞങ്ങൾ അവിടെ തന്നെ 9:30 രാവിലെ 9 മണിക്കാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. സ്ഥലത്ത് തൊട്ടടുത്ത് കൗൺസിൽ കൂടിയ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ഒന്നും ബഹളം ഉണ്ടാക്കി മുദ്രാവാക്യം വിളിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനെങ്കിലും പോലീസ് അനുവദിച്ചത്. ഇപ്പോൾ ഈ SIT ഉണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന SIT, അന്ന് ആദ്യം ഓടിയെത്തി മറ്റാരെയും മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഒരാളെയും അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ പൂർണ്ണമായും അതിൻ്റെ ഉള്ളിൽ എന്ത് നടന്നു എന്ന് പുറം ലോകം അറിയാത്ത വിധം മറ്റു പോലീസുകാരെ പോലും പുറത്തു നിർത്തി ഇവർ 3-4 ഉദ്യോഗസ്ഥന്മാർ മാത്രം ഉള്ളിൽ കയറിയാണ് ഈ മൃതദേഹവുമായി
വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അവിടെ നിന്ന് വളരെ വേഗത്തിൽ 9:30 ആകുന്നതോടുകൂടി ഈ മൃതദേഹം വാഹനത്തിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഇവിടെ നിന്ന് മാറ്റരുത്, RDO വരട്ടെ, ഇവിടെ എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചത് നമുക്കറിയണം, പൊതുജനത്തിന് അറിയണം. ഇന്നലെ വലിയ വിവാദമായ ഒരു വിഷയമുണ്ടായതാണ്. ഇതെല്ലാം അവഗണിച്ച് ഞങ്ങളെ ബലമായി തലവനായ ടൗൺ കളക്ടർ എത്തിയിരുന്നല്ലോ. കളക്ടർ എത്തിയതിനു ശേഷമാണ് ഇൻക്വസ്റ്റ് തുടങ്ങിയത്. കളക്ടർ അവിടെ വന്നിരുന്നു. അജിംസ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കളക്ടർ അവിടെ വന്നിരുന്നു. കളക്ടർ പുറത്ത് നിന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി അതുപോലെ പുറത്തിറങ്ങി കളക്ടർ വേഗം ആ സംഭവ സ്ഥലത്ത് നിന്ന് പോകാനുണ്ടായത്. കളക്ടർ അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയോ നിൽക്കുകയോ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പറയട്ടെ, കളക്ടർ പറയട്ടെ ചെയ്തിരുന്നു എന്ന് വിഷ്വൽ കാണിക്കട്ടെ ഇവർ. അത് കഴിഞ്ഞ് പള്ളിക്കുന്ന് ജംഗ്ഷനിൽ ഞങ്ങൾ തടഞ്ഞു, ഈ ആംബുലൻസ് തടഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, ആംബുലൻസ് ഇപ്പോൾ മൃതദേഹം ഉള്ള ആംബുലൻസ് തടഞ്ഞിട്ട് പറഞ്ഞു കൊണ്ടുപോകാൻ പാടില്ല. പരിയാരത്ത് പ്രശാന്തൻ അവിടെ ജീവനക്കാരനാണ്, ദിവ്യയുടെ ഭർത്താവ് അവിടെ ജീവനക്കാരനാണ്. മാത്രമല്ല ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ ഇവിടെ അവിടെ ഇൻക്വസ്റ്റ് റൂമിൽ ഉണ്ടായതുപോലെയാണ് അദ്ദേഹം ഇടത് സഹായത്രകനായ അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ വിവരിക്കുന്നത്. വീഡിയോ വിഷ്വൽ എടുത്തിരുന്നു എന്നൊക്കെ. എവിടെയാണ് വീഡിയോ വിഷ്വൽ എടുത്തിരിക്കുന്നത്? പോസ്റ്റ്മോർട്ടം ചെയ്തത്? നിങ്ങളിതൊന്നും അറിയാത്തത് ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ആണ് നിലവിൽ. അല്ല, ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരെ കുറിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. 2 ഡോക്ടർമാർ, ഞാൻ പേര് എന്തായാലും പറയുന്നില്ല, ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞാൻ ആ മണ്ഡലത്തിൽ ആ സ്ഥലത്ത് മത്സരിച്ച ഒരാളാണ്. വളരെ വ്യക്തമായി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടനീളം നേതൃത്വം നൽകിയ ഡോക്ടർ എന്ന് പറയുന്നത് ഈ പാർട്ടി സെക്രട്ടറിയുടെ അയൽവാസിയാണ്. കണ്ണൂരിൽ മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞത്. ഈ ചടങ്ങിനകത്ത് ദിവ്യ സ്വീകരിക്കാനുണ്ടായിരുന്ന ഇതേ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് ഈ ഡോക്ടറുടെ കല്യാണത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ഇതിനകത്തുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും ആക്ഷേപമുണ്ട് ഈ ചെയ്ത ഡോക്ടറെ പറ്റി. ഡോക്ടറുടെ പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം, ആന്തൂർ സ്വദേശിയായ ഈ പാർട്ടി സെക്രട്ടറിയുടെ അയൽവാസിയായ ഈ ഡോക്ടറുടെ അതിനകത്തെ ഇടപെടലിനെ പറ്റി സുതാര്യമായ ഒരു അന്വേഷണം നടക്കണം. കാരണം ഇവിടെ ഈ NOC ആണല്ലോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം. ഈ പെട്രോൾ പമ്പിൻ്റെ NOC ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. അത് ഇതുവരെ ആ NOCയുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും നടന്നിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഞങ്ങൾ ആരോപിക്കുന്ന ഒരു കരാറുകാരനുണ്ട്. ആ കരാറുകാരനും പാർട്ടി സെക്രട്ടറിയുടെ മകനുമായിട്ടുള്ള ബന്ധം ഈ കണ്ണൂരിലെയും തളിപ്പറമ്പിലെയും എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കരാറുകാരൻ്റെ വാഹനങ്ങൾ കഴിഞ്ഞ് തളിപ്പറമ്പ്, ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. തളിപ്പറമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഒരാളാണ്. ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ഇവരുടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും തളിപ്പറമ്പിൽ ഓടുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ നിരവധി CPMന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഏറ്റവും ഒടുവിൽ ചെറുപുഴയിൽ 26 സ്പില്ലോവറായ വർക്കുകളാണ് ഈ കരാറുകാരന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയിൽ സ്വാധീനം വെച്ച് ഈ കരാറുകാരന് കണ്ണൂർ ജില്ലയിൽ എങ്ങനെ ഇത്രയധികം സ്ഥാപനങ്ങൾ കിട്ടുന്നു? ഇതേ കരാറുകാരനെതിരെ കാസർഗോഡ് ജില്ലയിൽ ഒരു അനധികൃത പമ്പ് നടത്തിപ്പിന്റെ ആരോപണം വരുന്നു. ഈ കരാറുകാരൻ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ അടുത്ത സുഹൃത്താവുന്നു, വീട്ടിൽ നിത്യസന്ദർശകനാകുന്നു. ഇവിടെ ഞാൻ പറയുന്നു, 2 രക്തസാക്ഷികൾ, ആന്തൂർ സാജൻ, അതായത് CPM നേതാക്കന്മാരുടെ സാമ്പത്തിക സമാഹരണത്തിന്റെ രണ്ടാമത്തെ രക്തസാക്ഷിയാണ് സാജന് ശേഷം. ഒരു ബിനാമി ഇടപാടായിരുന്നു എന്ന സംശയമാണോ നിങ്ങൾ ഉന്നയിക്കുന്നത്? ഒരു തർക്കവും അക്കാര്യത്തിലില്ല. പ്രശാന്തിന് പൈസ ഇല്ല എന്നും ഇത്ര സാമ്പത്തികം ഇല്ല എന്നുള്ളതും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഓരോ മലയാളിക്കും ഈ ചർച്ചകളിലൂടെ ബോധ്യപ്പെട്ടതാണ്. പ്രശാന്തിന് ആ സാമ്പത്തിക സ്ഥിതിയില്ല. സ്വാഭാവികമായും ബിനാമിയാണ്. ആ ബിനാമിയെ സംരക്ഷിക്കാനാണ് കൂട്ടിലടച്ച തത്ത. ഒരേ സമയം കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ പോലീസാണ് കേരളത്തിൽ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി, സോളാർ കേസിൽ ആരാധിക്കാരെ വിളിച്ചു വരുത്തി CBI അന്വേഷണത്തിന് വിട്ട ഈ പാർട്ടിയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ പൂക്കോട് കേസിൽ CBI കോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഈ പാർട്ടി സെക്രട്ടറി കൂട്ടിലടിച്ച തത്തയാണ്. പാർട്ടി നിലപാട് ഈ CBIക്കെതിരെ ഇങ്ങനെയാണ് എന്ന് പറയും. ഇത്രയും നാളും ആ കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് അവരെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെയും ജില്ലാ കമ്മിറ്റിയെയും കൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കൂടെയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരെ നിർജീവമാക്കി നിർത്തി, അവരെ നിഷ്പ്രഭമാക്കി നിർത്തി. ഒരു നടപടികളും ചെയ്യാതിരിക്കാൻ അവരെ കൂട്ടിലടക്കുകയായിരുന്നു CPM ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ആ പാർട്ടിയാണ് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇത് CBI താല്പര്യമില്ല, അവരുടെ ആവശ്യത്തിന് നിരാകരിക്കാൻ. ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനെ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം അജിംസ്, ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. ഈ SITയെ കുറിച്ച്, SIT എന്ന് പറയുന്ന ആർക്കാണ് വിശ്വാസം? ഒരു മണവാട്ടിയെ പോലെ, ഇപ്പോൾ ദിവ്യ കീഴടങ്ങി എന്ന് പറഞ്ഞു, ഒരു മണവാട്ടിയെ മണിയറയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ കണ്ണപുരത്ത് കീഴടങ്ങുമ്പോൾ കണ്ണൂർ SHO അറിയുന്നില്ല, തൊട്ടിപ്പുറം വളപട്ടണം SHO അറിയുന്നില്ല, ഈ കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ CA അറിയുന്നില്ല. നേരിട്ട് ACP കൊണ്ടുപോയി വാഹനത്തിന്റെ നടുക്കിരുത്തി കൊണ്ടുവരുമ്പോൾ ഈ ACPയിലും ഈ ടൗൺ CAയിലും ഇത് തുടക്കം മുതൽ അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ SITയുടെ ഒരു ഉദ്യോഗസ്ഥരിലും ആർക്കും വിശ്വാസമില്ല. അത് ബഹുമാനപ്പെട്ട ADMന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല, ആർക്കും വിശ്വാസമില്ല. കണ്ണൂർ ജില്ലയിലോ കേരളത്തിലോ ഇത് അറിയുന്ന ആർക്കും അവരെ കുറിച്ച് ഒരു വിശ്വാസമില്ല. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥ സംഘമാണ്. അവർ അന്വേഷിച്ചാൽ എവിടെയും എത്തില്ല. അതുകൊണ്ട് ഇത് കൃത്യമായി അന്വേഷിക്കണം. ഈ
ഈ ഇതുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാട് അന്വേഷിക്കണം. വ്യാജമായ കത്ത് അന്ന് ഈ ബഹുമാനപ്പെട്ട ADM-നെതിരെ ഈ മരിച്ച വ്യക്തിക്കെതിരെ ഉണ്ടാക്കിയ വ്യാജ പരാതി ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ എവിടെ? ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അത് പാർട്ടി ഓഫീസാണ്. AKG സെന്ററിൽ നിന്നാണ് ഈ വ്യാജ പരാതി ഉണ്ടാക്കിയത്. അവിടുത്തെ കമ്പ്യൂട്ടറും പ്രിന്ററും പിടിച്ചെടുക്കണം. ഇത് കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്ത വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കണം. ഇതൊന്നും അന്വേഷിക്കാതെ ഇപ്പോഴും ഞങ്ങൾ ഇരയോടൊപ്പമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ത്രീയോടൊപ്പമാണ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ADM-ന്റെ ഭാര്യയോടൊപ്പമാണെന്ന് പറഞ്ഞ് ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും പറ്റിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ കേരളത്തിലെ ജനങ്ങൾ. കഴിഞ്ഞ 25-ാം തീയതി അദാനിക്കെതിരായ US കോടതിയുടെ ഒരു ഇൻഡിക്മെന്റ് ഉണ്ടായപ്പോൾ ചെന്നൈയിൽ CPM-ന്റെ തമിഴ്നാട് ഘടകം സംസ്ഥാന കമ്മിറ്റി അവിടെ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു. അവരുടെ ആവശ്യം അദാനിക്കെതിരെ CBI അന്വേഷണം വേണമെന്നാണ്. ഈ കൂട്ടിലടച്ച തത്ത എന്ന വിശേഷണം വാളയാറിനപ്പുറം ഇല്ലേ? അല്ല, അതിവിടെ പലപ്പോഴും ഇവിടെ പലരും പറഞ്ഞല്ലോ. അതായത് മറ്റേ സോളാർ അഴിമതി കേസ് പരാതി, അപ്പോൾ ഇതൊക്കെ ഇവർക്ക് വേണ്ടതിലൊക്കെ ഇതൊക്കെ CBI ഒക്കെ വേണം. അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കുക. എപ്പോഴും അവരുടെ നിലപാടുകളൊക്കെ അങ്ങനെയാണല്ലോ. അതായത് അവർക്ക് വോട്ട് ചെയ്യുമ്പോൾ ന്യൂനപക്ഷത്തിലുള്ള ആളുകളൊക്കെ മതേതരക്കാരും, അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യുമ്പോൾ അവർക്ക് തീവ്രവാദികളും. ഇങ്ങനെയാണ് അവരുടെ നിലപാട്. ഇങ്ങനെയാണ്. അതായത് അതൊക്കെ അവനവർ സൗകര്യമുള്ള തരത്തിൽ ഇത് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുക എന്നുള്ളത് CPM-ന്റെ നിലപാടാണ്, പഴയ നിലപാടാണ്. ഇപ്പോൾ അത് വളരെ ശക്തമായിട്ടുണ്ട്. കാരണം അവരങ്ങ് പറയുകയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പാലക്കാട് ജയിച്ചത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി SDPI ആണ് എന്നങ്ങ് പറയാണ്. അവർ പറഞ്ഞാൽ അതാണ് സത്യം എന്ന് നാട്ടുകാരെ എടുക്കുന്നവർ വിചാരിക്കുന്നത്. ഇപ്പോൾ ആ കാഫർ ഷോട്ടിൻ്റെ കാര്യം എന്തായി? ആ ട്രോളി ബാഗിൻ്റെ കാര്യം എന്തായി? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് അവിടുത്തെ വനിതാ മേയറും ഭർത്താവ് MLA ആയ ഭർത്താവും കൂടി ഒരു ബസ് തടഞ്ഞതിൻ്റെ CCTV ദൃശ്യത്തിന് മെമ്മറി കാർഡ് കാണാനില്ല. എന്താ എവിടെ പോയത്? അപ്പോൾ അവരുടെ ആളുകൾ ചെയ്താൽ അതൊക്കെ ശരിയാണ്. മറ്റുള്ളവർക്കെതിരായിട്ട് പോലീസ് എന്തൊരു പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ആ കേസ് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഒരു ബസ്സിലെ ഡ്രൈവർ അശ്ലീല മുദ്ര കാണിച്ചാൽ കാറിലിരുന്നിട്ട് വനിതാ മേയർക്ക് ഒരു ഫോൺ ചെയ്താൽ പോലീസ് ആയിക്കോളി പണിയൊക്കെ. ഇനി അവർ മാത്രമല്ല, അവരുടെ ഭർത്താവ് MLA ആയ ഭർത്താവ് കൂടെയുണ്ട്. അപ്പോൾ എന്തിനാണ് അവർ ആ കാറ് വിലങ്ങനെ നിർത്തിയിട്ട് ബസ് തടഞ്ഞത്? എന്തിനാണ് ഭർത്താവ് കാറിൽ ബസ് കയറിയിട്ട് ഇയാളോട് വർത്തമാനം പറഞ്ഞത്? അതിനൊന്നും രേഖയില്ല. ഇപ്പോൾ കാഫർ ഷോട്ട് എവിടെയെന്ന് കാണാനില്ലല്ലോ. അപ്പോൾ ഇതാണ് സ്ഥിതി. അതായത് നിയമവാഴ്ചയിൽ വിശ്വാസമില്ലാത്ത കൂട്ടരാണ് CPM എന്നുള്ളതിൻ്റെ പല തെളിവുകളൊന്നായത്. ഇപ്പോൾ ഈ PP ദിവ്യക്ക് നിയമവാഴ്ചയിൽ വിശ്വാസമുണ്ടെങ്കിൽ നവീൻ ബാബുവിനെ കുരുക്കാൻ എത്ര എളുപ്പമുണ്ടെന്ന് വിജിലൻസിന് കൊടുത്താൽ പോരെ? ഈ പ്രശാന്തിനോട് കൈക്കൂലി ചോദിച്ചു, 1 ലക്ഷം റുപ്യ കൈക്കൂലി ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. ആ കാശ് വിജിലൻസിനെ കാണിച്ചു കൊടുത്താൽ കാര്യവും നടക്കും, ഇയാളെ പൂട്ടുകയും ചെയ്യാം. അല്ലാതെ ദിവ്യ അവിടെ വന്നിട്ട് വർത്തമാനം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണോ ഇവിടുത്തെ അഴിമതിക്ക് ആളെ പിടിക്കുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പോൾ നിയമത്തിൻ്റെ മേലെയാണ് CPM എന്നാണ് വരിക. മാത്രമല്ല, ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ CPI കുറേ കൂടി ശക്തമായി ഈ വാദങ്ങൾ ഉന്നയിക്കണം. അവരിപ്പോൾ രാജൻ അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു. നവീൻ ബാബുവിൻ്റെ ശവമഞ്ചം എടുക്കാൻ വരെ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞതാണ് നവീൻ ബാബു വളരെ അധികം ശുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന്. ഇപ്പോൾ CPM ഇപ്പോൾ ശ്രമിക്കുന്ന എന്താണ്? നവീൻ ബാബു കൈക്കൂലിക്കാരനായിരുന്നു എന്ന് വരുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതാണല്ലോ പ്രശാന്തിൻ്റെ കാര്യം, മറ്റേ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നേരത്തെ തന്നെ നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണെന്ന് വരുത്തേണ്ട ആവശ്യം ഇവർക്കുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് ഇപ്പോൾ നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റാത്ത നിഗൂഢതകൾ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. ഈ പ്രശാന്ത് ആരാണ്? പ്രശാന്ത് ആരുടെ ബിനാമിയാണ്? ഉറപ്പല്ലേ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരന് എങ്ങനെയാണ് ഒരു പെട്രോൾ ബങ്ക് നടത്താൻ കാശുണ്ടാവുക? 1 ലക്ഷം റുപ്യ തികച്ചു കൊടുക്കാനില്ല ആളെ കയ്യിൽ. എന്നിട്ട് എന്ത് തമാശയാണ് അതൊക്കെ. അപ്പോൾ അത് ചില്ലറയായിട്ട് കൊടുത്തു എന്നാണ് ഇത് കൈക്കൂലി. അപ്പോൾ ഇതിൻ്റെ പിറകിലൊക്കെ വേറെ ആളുകളുണ്ട്. ആ ആളുകളൊക്കെ CPM-ന് വേണ്ടപ്പെട്ടവരാണ്. ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് പുറത്തു വരും എന്നുള്ള പരിഭ്രമമാണ് എന്ന് വളരെ വളരെ വ്യക്തമാണിത്. പക്ഷേ ആ പരിഭ്രാന്തി മറയ്ക്കാൻ ഈ കൂട്ടിലടച്ച തത്ത പോലുള്ള സൈദ്ധാന്തിക ന്യായങ്ങൾ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങി വരാം. സത്യസന്ധനായ, അഴിമതിരഹിതനായ, കാര്യപ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു പൊതുവേദിയിൽ അപമാനം നേരിട്ടതിന് ആത്മഹത്യ ചെയ്യില്ല
അദ്ദേഹം അങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലും എഴുതാതെ ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബത്തിന് തോന്നാനുള്ള കാരണം എന്താണ്? മനുഷ്യൻ്റെ വൈകാരിക അവസ്ഥകളൊക്കെയാണല്ലോ. കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ നവീൻ ബാബുവിനെതിരെ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഒരു ആദ്യമായിട്ടായിരിക്കും കൈക്കൂലി വാങ്ങിയത്, അത് കണ്ടുപിടിച്ചപ്പോഴുള്ള മനോവിഷമത്തിൽ പോയി ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതും വളരെ പ്രമുഖരായ വ്യക്തികൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിരുന്നു. ഇത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് കുടുംബം സംശയിക്കാനുള്ള കാരണം എന്താ? അങ്ങനല്ല, അവർക്ക് ആ കാര്യത്തിൽ ഇത് രണ്ടിലേതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കും അവർക്കും ഒരുപോലെ സംശയങ്ങളാണ് നിൽക്കുന്നത്. ആത്മഹത്യ ആണെന്നാണ് ആദ്യത്തെ ഒരു തോന്നലുണ്ടായിരുന്നത്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ആ ഇൻക്വസ്റ്റിൻ്റെ നടത്താനുള്ള തിരക്ക്, പോസ്റ്റ്മോർട്ടം നടത്താനുള്ള തിരക്ക്, ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആ കോർട്ടേഴ്സ് തുറന്നു കിടന്ന കാര്യം, അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ അവർ പരിശോധിക്കുമ്പോഴാണ് അവർക്ക് ആ സംശയം വരുന്നത്. അല്ല, ആദ്യമേ തന്നെ അങ്ങനെ അവർക്ക് അങ്ങനെ സംശയം പ്രകടിക്കാൻ, പക്ഷേ അവരങ്ങനല്ല. അവർക്ക് കിട്ടിയ റിപ്പോർട്ട്, കണ്ണൂരിൽ നിന്ന് അവർക്ക് കിട്ടിയ അറിവ്, ആത്മഹത്യ ചെയ്തു, തൂങ്ങി നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ് അവർ, സാധാരണ മനുഷ്യരല്ലേ, പാവം പിടിച്ച മനുഷ്യരല്ലേ അവരൊക്കെ, നമ്മളൊക്കെ ശരാശരി മനുഷ്യരല്ലേ, അവരത് വിശ്വസിച്ചു. പക്ഷെ പിന്നീട് കൂടുതൽ ആ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെട്ടപ്പോൾ, ആ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയപ്പോൾ അങ്ങനൊരു സംശയം അവർക്കുണ്ടായി എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ അന്വേഷണം CBIക്ക് വിടണമെന്നവർക്ക് തോന്നിയതിന് ഒരു കാരണം, ഒരുപിടി കാരണങ്ങളുണ്ട്. ഇവിടെ ആരും സൂചിപ്പിച്ച് കണ്ടില്ല, CPMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് MB ജയരാജൻ്റെ ഒരു പ്രസ്താവന ഇടയ്ക്ക് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമുണ്ട് എന്ന് വരെ ഒന്ന് സൂചിപ്പിച്ചു വെച്ചു. അപ്പോൾ അവിടം വരെ ആകുമ്പോൾ തങ്ങൾ ഇത്രയും കാലവും, ആ കുടുംബം ഇടതുപക്ഷ ചേരിയിലുള്ള ഒരു കുടുംബമാണ്. അപ്പം ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അവരെ വിട്ടുപോയ അവരുടെ പ്രിയപ്പെട്ട, അവരുടെ മഞ്ജുഷയെ സംബന്ധിച്ചുള്ള അവരുടെ ഭർത്താവ്, ആ കുട്ടികളുടെ അച്ഛൻ, അവർക്ക് നീതി കിട്ടും എന്നവരുടെ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ ഇപ്പോഴും പൂർണ്ണമായി കൈവിട്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ കുറച്ചുകൂടി സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരാൻ സഹായിക്കുന്നത് CBI അന്വേഷണമായിരിക്കും എന്ന് അവരിപ്പോൾ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ, നിരവധിയായ കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ ഇവിടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചു, അതൊക്കെ സത്യമാണ്, ആ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ആദ്യം അവരെന്തുകൊണ്ട് കൊലപാതകം എന്നുള്ളത് സൂചിപ്പിച്ചില്ല എന്നൊരു ചോദ്യം ഇപ്പം അന്തരീക്ഷത്തിൽ ഉയരാൻ പോവുകയാണത്. അതിൻ്റെ കാര്യം ഇതാണ്, അവരവിടെ ചെന്നിട്ടല്ല വിവരങ്ങൾ അറിയുന്നത്. കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയാണ്. അപ്പോൾ ആദ്യത്തെ അവർക്ക് കിട്ടിയൊരു ഇമ്പ്രഷൻ അതാണ്, ആത്മഹത്യ ആയിരിക്കും എന്ന് തോന്നൽ അവർക്കുണ്ടായി. അതുകൊണ്ട് അവർ ശ്രമിച്ചിട്ടില്ല. പക്ഷെങ്കിൽ പിന്നീട് അവിടെ ഉണ്ടായ തലേ ദിവസവും പിറ്റേ ദിവസവുമായിട്ട് ഉണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് കൂടുതൽ വസ്തുനിഷ്ഠമായ വിവരങ്ങൾ കിട്ടിയപ്പോൾ ഇതൊരു പക്ഷെങ്കിൽ ആത്മഹത്യ അല്ലായിരിക്കാം, കൊലപാതകവും ആകാം എന്നൊരു സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവരിപ്പോൾ ഹൈക്കോടതി ചെല്ലുമ്പോൾ അങ്ങനൊരു സാധ്യത കൂടി അവരുടെ സംശയത്തിലുണ്ട് എന്ന് അവർ കോടതിക്ക് മുമ്പിൽ പറഞ്ഞത്. ശരി. അപ്പോൾ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഈ കേസിന് പ്രതികൂലമായി സംഭവിക്കും, അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ, നമുക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല. കോടതി ഏതായാലും ഇപ്പോൾ കേസ് റെക്കോർഡും കേസിൻ്റെ പുരോഗതിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 9-ാം തീയതി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കോടതി പറയുകയും ചെയ്യും. അപ്പോൾ ആ തീരുമാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഇവിടെ കാശ്മീരി മാസ്റ്ററാണെന്ന് തോന്നുന്നു പറഞ്ഞത്, റവന്യൂ മന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഒരു വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയ്ക്ക്, അദ്ദേഹം ജോലി ചെയ്ത വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയ്ക്ക് എത്രമാത്രം സത്യസന്ധമായ, എത്രമാത്രം മനം നിറഞ്ഞ ഒരു ഇടപെടലാണ് സഖാവ് രാജൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് നമ്മൾ കണ്ടതാണ്. അത് ആ വീട്ടിൽ വന്ന കാര്യമൊന്നുമല്ല. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന NOC കൊടുത്ത കാര്യം, അതിന് വേണ്ടി വന്ന ഡിലേ വന്നെന്നുള്ള ആക്ഷേപം, കളക്ടർ എടുത്ത നടപടികൾ, ആ യോഗത്തിൽ കളക്ടർ സ്വീകരിച്ച നിലപാടുകൾ, ഇതെല്ലാം പരിശോധിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കാനാണ് ജോയിൻറ്റ് കമ്മീഷനോട് മന്ത്രി ആവശ്യപ്പെട്ടത്. അവർ വളരെ വിശദമായ റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ്, കണ്ടിട്ട് കേട്ടൊന്നുമില്ല,
വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കി മന്ത്രിക്ക് എത്തിക്കുകയും അത് CM കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വകുപ്പിൽ നിന്ന് നവീൻ ബാബുവിന് എന്തെല്ലാം സഹായങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം നീതി കിട്ടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഈ തുടർന്നും ചെയ്യുന്നതിന് വളരെ ശക്തമായ തീരുമാനമെടുത്ത് തന്നെയാണ് ആ വകുപ്പും ആ മന്ത്രിയും നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കൈവശമാണ് നീതി നൽകേണ്ടത്. ആ കാര്യത്തിൽ ഒരു വകുപ്പ് തല നടപടിയൊക്കെ അല്ലെങ്കിൽ വകുപ്പ് തല അന്വേഷണമൊക്കെ നടത്തി വീണ്ടും തുടർ നടപടി സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രിയാണ്. ഞാൻ വരാങ്ങയിലേക്ക് ശ്രീ ജയരാജൻ, ക്ഷമിക്കണം ശ്രീ ജയേന്ദ്രൻ, ഇവിടെ കേവലം ഒരു എന്താണ് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ലല്ലോ. ഈ പമ്പ് എങ്ങനെ വന്നു? ഈ പമ്പ് യഥാർത്ഥത്തിൽ ആരുടേതാണ്? പ്രശാന്തന് ഈ പണം എവിടെ നിന്ന് കിട്ടി? അല്ലെങ്കിൽ പ്രശാന്തൻ ആരുടെ ബെനാമിയാണ്? അത് കള്ളപ്പണമാണോ? കള്ളപ്പണമാണെങ്കിൽ അത് അന്വേഷിക്കണ്ടേ? ഈ വരുമാനത്തിൻ്റെ സ്രോതസ് എന്താണ്? ഇവിടെ ഈ കൈക്കൂലി കൊടുത്തു എന്ന് കൃത്രിമമായൊരു പരാതി മുഖ്യമന്ത്രിയുടെ പേരിൽ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കാൻ പ്രശാന്തിന് കൂട്ടുനിന്ന ആരൊക്കെയാണ്? അതിൻ്റെ ഉറവിടം എവിടെയാണ്? അതെവിടെ ടൈപ്പ് ചെയ്തു? എന്തിനാണ് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയത്? ഇനി ഇത് യഥാർത്ഥത്തിൽ ആത്മഹത്യ തന്നെയാണോ? ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യാക്കുറിപ്പ് എവിടെ? ഇങ്ങനെ തുടങ്ങി നിരവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ഉത്തരം നൽകാൻ ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിന് കഴിയുന്നില്ല. ആ സംശയങ്ങൾ കൂടി വരികയാണെന്ന് കുടുംബത്തിൻ്റെ ബോധ്യത്തിലാണ് അവർ കോടതിയെ വീണ്ടും സമീപിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ ജാമ്യാപേക്ഷയിൽ കണ്ണൂർ കോടതിയിൽ നടന്ന ജാമ്യാപേക്ഷയിലുള്ള വാദത്തിൽ ഈ കുടുംബത്തിൻ്റെ അഭിഭാഷകർ ഉന്നയിക്കുന്ന മറ്റ് പല പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എത്രമാത്രം പവർഫുള്ളാണ് PP ദിവ്യ എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഭിഭാഷകൻ. എത്രമാത്രം പവർഫുള്ളാണ്, അവരുടെ പവർ വഹിച്ച പൊസിഷൻസ് എന്തൊക്കെയാണ്. അതുകൊണ്ട് അവരുടെ പോരാട്ടം പവർഫുള്ളായിട്ടുള്ള പ്രതികൾക്കെതിരെയാണ്. ഇനിയും ഇരുട്ടത്ത് മറഞ്ഞു നിൽക്കുന്ന മറ്റ് ഗൂഢശക്തികൾക്കെതിരെയാണ്. അതുകൊണ്ടാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി കോടതിയിൽ ഈ ഹൈക്കോടതി തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അതിനെതിരെ ഈ സർക്കാർ അപ്പീൽ പോകില്ല എന്ന് ആര് കണ്ടു? അജിൻസ്, ഇതിൽ ഈ നമ്മൾ പൊതുജനങ്ങൾക്ക്, നമ്മളെല്ലാം പൊതുജനമാണല്ലോ, നമ്മൾ പൊതുജനങ്ങൾക്ക് ഈ കേസിൻ്റെ ഇപ്പോൾ ഈ ശ്രീ നവീൻ ബാബുവിൻ്റെ അകാലത്തിലുണ്ടായ മരണം, അത് ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും ആ മരണത്തിൻ്റെ പോലീസ് അന്വേഷണത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. SIT ആണ്, ഒരു DIG ആണ് തലപ്പത്തുള്ളത്, SP ആണ് അന്വേഷണ മേൽനോട്ടമുള്ളത്, താഴെയുള്ള ഒരു ടീമുമുണ്ട്. അപ്പോൾ ഇവരുടെ അന്വേഷണം എന്തായി എന്നറിയാൻ പൊതുജനത്തിന്, പൊതുസമൂഹത്തിന്, മാധ്യമങ്ങൾക്കടക്കം ഒരു മാർഗവുമില്ല. ആ ഒരു വസ്തുത ഒരു ഭാഗത്ത് നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കേസന്വേഷണം എങ്ങനെ പോകുന്നു, എന്തൊക്കെയാണ് അവരുടെ മുമ്പിലുള്ള കാര്യങ്ങൾ എന്നറിയുന്നതിന് എന്താണ് മാർഗം? ആ മാർഗമാണ് കുടുംബം സ്വീകരിച്ചത്. അതിലൊരു തെറ്റുമില്ലെന്നേ. ആ മാർഗമാണ് അവർ സ്വീകരിച്ചത്. ഇപ്പോൾ ഇത് അതേ കോടതിയിൽ കൊണ്ട്, തലശ്ശേരി കോടതിയിൽ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ കഴിയില്ല ഇതിനായിട്ട്. ഹൈക്കോടതിയിലാണ് പോകാൻ കഴിയുന്ന ഏക മാർഗമുള്ളത്. അവിടെ ചെന്ന് പരാതി കൊടുത്തു, അപേക്ഷ കൊടുത്തു. എന്താണ് സംഭവിച്ചത്? കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു, അന്വേഷണ ഉദ്യോഗസ്ഥനോട് അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് കേസിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് വ്യക്തമായി കോടതിയിൽ ആ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാവുകയാണ് 6-ാം തീയതി. അതുതന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം താങ്കൾ പറയുന്നത് പോലെ അല്ല ഞാൻ കണ്ടതും കാണുന്നതും. അപ്പോൾ അവർക്ക് ആവശ്യം ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം ഇതേ ഉള്ളൂ. ആ മാർഗമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോടതിയിൽ അതിൻ്റെ വസ്തുതകൾ, പോലീസ് എന്താണ് അന്വേഷിച്ചത്, എന്തൊക്കെയാണ്, ഇപ്പോൾ ഈ പറയുന്ന ലാപ്സസ് എന്തെങ്കിലും ഉണ്ടോ, ഇൻക്വസ്റ്റിന് അവരെ അറിയിച്ചില്ല എന്നുള്ളത് ശരിയാണോ? നോക്കൂ, ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, അയാൾക്കെതിരെ ഒരു കേസുമില്ല. ഇനി അയാൾ കൈക്കൂലി കൊടുത്തിട്ടില്ല എങ്കിൽ ഞാൻ പറയട്ടെ, അയാൾ ആ കേസിൽ പ്രതിയെങ്കിലും ആവണ്ടേ, ഒരു കൂട്ടുപ്രതി ആവണ്ടേ? അല്ലാതെ ഞാനതാണ് പറയുന്നത്. ഇത് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതിനേക്കാളും കുടുംബത്തിനാവശ്യം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമായി അറിയുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതാണ് അവർ നിറവേറ്റുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തതിലൂടെ നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി മഞ്ജുഷ ചെയ്തിട്ടുള്ള അതാണ്. അവർക്ക് കേസ്, തൻ്റെ ഭർത്താവിൻ്റെ, മക്കളുടെ അച്ഛൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു, അതിൻ്റെ അന്വേഷണം ഏത് തരത്തിൽ എവിടേക്ക് എത്തി എന്നുള്ളത് ഹൈക്കോടതിയിൽ ആ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വരികയാണ് 6-ാം തീയതി. അതാണ് അവർക്ക് പ്രധാനപ്പെട്ട ആവശ്യം. അതാണെന്നേ. അവിടെ താങ്കളിപ്പോൾ ചോദിച്ച അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളുടെയും നിലവിലുള്ള വസ്തുത എവിടം വരെ എത്തി എന്നുള്ളത് അവിടെ വെളിപ്പെടുകയാണ്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ
തൊട്ടടുത്ത ആഴ്ചയിലും അതിൻ്റെ അടുത്ത ആഴ്ചയിലുമായി ആദ്യം കൊച്ചിയിലും പിന്നെ കണ്ണൂരിലും ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ്റെ 2 വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് കൊച്ചിയിലും ഒന്ന് കണ്ണൂരും. താങ്കളും ശ്രദ്ധിക്കാതിരിക്കാൻ വഴിയില്ല. അവർ ഈ മരണമടക്കം പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട അനുമതി കിട്ടുന്ന കാര്യത്തിലെ ചില പ്രശ്നങ്ങൾ അവർ പ്രധാനമായി ഉന്നയിച്ചിട്ടുണ്ട്. അവരാരും ഏതായാലും അതിൻ്റെ നേതാക്കളാരും CPM-കാരല്ല എന്ന് താങ്കൾ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഈ ചർച്ചയിലുള്ളവരും. അപ്പോൾ അവരുടെ എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, ഞാനത് പറയേണ്ട കാര്യവുമില്ല. അത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ ഉള്ളതാണ്. ഒരുപക്ഷെ VP അബ്ദുൾ റഷീദിനെ പോലുള്ളവർ അത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവും പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ. അപ്പോൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതടക്കം അന്വേഷണത്തിന് വരണമെന്നേ, അതിനൊരു തർക്കമുള്ള ആളല്ല ഞാൻ. അതൊക്കെ വരണം. കുടുംബത്തിൻ്റെ ആശങ്കകൾ അതവർക്ക് അറിയിക്കാനായിട്ട്, അവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവർക്കടക്കം പൊതുസമൂഹത്തിന് ഒരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിൽ ഈ കേസ് മുമ്പോട്ട് വരുമ്പോൾ ഈ കേസിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ ഇതെല്ലാം ഹാജരാക്കപ്പെടണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വരട്ടെ. അതിന്റെ അകത്ത് കോടതിയുടെ നിരീക്ഷണത്തിൽ കേസന്വേഷണം നടക്കേണ്ടത്ര സെൻസിറ്റീവായ ഒരു കേസാണ് ഇത് എന്ന് M. ജയചന്ദ്രൻ സമ്മതിക്കുകയാണ്. ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് ജയചന്ദ്രൻ സമ്മതിക്കുകയാണ്. ശരി, ശ്രീ റഷീദ്, ഇന്ന് ഈ പെട്രോൾ പമ്പ് അനുമതിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ പ്രഖ്യാപിച്ചു. ഇന്ന് ലോക്സഭയിൽ അടൂർ പ്രകാശ് കൊടുത്ത മറുപടിയിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. പരാതി ലഭിച്ചത് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കട്ടെ എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത്. അതെന്തുമാവട്ടെ, പക്ഷേ ഒരു കേന്ദ്ര ഏജൻസി ഈ കേസ് അന്വേഷണത്തിൽ വരുന്നതിൽ അത് പ്രശാന്തനിലേക്കും പ്രശാന്തൻ വഴി ഇങ്ങനെയൊരു ബിനാമി ഉണ്ടെങ്കിൽ ആ ബിനാമിയിലേക്കും എത്തും എന്നുള്ള ഒരു ഭയം മാത്രമാണോ? അതല്ല ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യത നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും തുടക്കം മുതൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിൻ്റെ ദുരൂഹതകളാണ്, CPM-ന്റെ ദുരൂഹമായ ഇടപെടലുകളാണ്. എന്തൊക്കെയോ ഒളിക്കാനും മറക്കാനും CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ തുടക്കം മുതലുള്ള പ്രസ്താവനകളും അവിടെ നടന്ന ഞാൻ പറഞ്ഞു ഒരു ഐ വിറ്റ്നസ്സാണ് ആ സംഭവങ്ങൾക്കെല്ലാം തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ. ഞങ്ങളൊക്കെ തുടക്കം മുതൽ അന്നത്തെ ദിവസം മുതൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരേ സമയം CPM കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അതേസമയം ദിവ്യയുടെ, നേരത്തെ ജയരാജൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞു, കൈക്കൂലി വാങ്ങി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിനകത്തുള്ള ജയരാജൻ്റെ പ്രസ്താവന ഏത് സാഹചര്യത്തിലാണ്? ഈ സംഭവ സ്ഥലത്തൊന്നും തുടക്കത്തിൽ സാധാരണ കണ്ണൂർ ജില്ലയിൽ എന്താ പറയുക, തെരുവിലൊരു പട്ടി ചത്താൽ വരെ ഓടി വരുന്ന കണ്ണൂരിലെ CPM-ന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി അന്ന് വൈകുന്നേരം പോസ്റ്റ്മോർട്ടം റൂമിലാണ് പിന്നീട് ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ കാണുന്നത്. പകൽ എവിടെയും വിഷ്വൽ നിങ്ങൾ എടുത്തു നോക്കുക, ആ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തോ പരിസരത്തോ ഒരു CPM നേതാവും വന്നില്ല എന്നുള്ളതാണ്. രാത്രി മൃതദേഹം കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിൽ കളക്ടർ തന്നെ ഉറപ്പ് നൽകിയതാണ്, ഞങ്ങൾക്കെല്ലാം കാണാനും റീത്ത് വെക്കാൻ അവസരം. ഞങ്ങൾ കാൾടെക്സ് ജംഗ്ഷനിൽ പാതിരാത്രി കാത്തു നിൽക്കുമ്പോൾ എന്തിനാണ് വഴിതിരിച്ചു വിട്ടത്? പോലീസ് എസ്കോട്ടിലും പൈലറ്റിലുള്ള പോലീസുകാർ പോലും, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അറിയാതെ പോലീസ് ഇപ്പോൾ മുന്നിൽ വരുന്നു, ആംബുലൻസ് കാണുന്നില്ല, ആംബുലൻസ് കിലോമീറ്ററുകൾ വളഞ്ഞ് താണവഴി തിരിഞ്ഞു പോകുന്നു എന്ന് മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അതൊരു വശത്ത്. രണ്ടാമത്തെ വിഷയം, ഇവിടെ തുടക്കം മുതൽ ഇവരുടെ ഓരോ നടപടികൾ ഒരേ സമയം ദിവ്യയെ തള്ളിപ്പറയുന്നു, അതേസമയം ദിവസങ്ങളോളം ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സംരക്ഷിക്കുന്നു. ദിവ്യയുടെ വീടിനെ ചെങ്കൊടി പിടിച്ചാണ് കാവൽ നിൽക്കുന്നത്. ഒരേ സമയം ചെങ്കൊടി പിടിച്ച് പുതപ്പിക്കാൻ കാത്തു നിൽക്കുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം, അതേസമയം ചെങ്കൊടി പിടിച്ച് കണ്ണപുരത്ത് വീടിന് കാവൽ നിൽക്കുന്നു, പോലീസ് കാവൽ ഏർപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ദിവ്യ ജയിലിലടക്കപ്പെട്ടു. അവസാനം ജയിലിലടക്കപ്പെടുമ്പോൾ ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ കാണാൻ പോകുന്നു. ജയിലിൽ നിന്ന് സ്വീകരിക്കാം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ 2 ഡസനിലധികം ജനപ്രതിനിധികൾ, സമീപത്തെ തളിപ്പറമ്പിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ കൗൺസിലർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവരെല്ലാവരും പോയി അവിടെ കാവൽ നിൽക്കുകയാണ്. ഇറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുന്നത് ഇതേ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ, മുൻ ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ, മഹിളാ അസോസിയേഷന്റെ നേതാവ്. അപ്പോൾ കൃത്യമായൊരു സന്ദേശമാണ്. അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി പറഞ്ഞെന്താണ്, ഞങ്ങൾക്ക് ശിക്ഷിക്കാനാവില്ല, ഞങ്ങൾ പാർട്ടി കേഡറിനെ തിരുത്തും എന്ന് മാത്രം പറഞ്ഞു. അതായത് പാർട്ടിയുടെ സംരക്ഷണം ദിവ്യക്കുണ്ട്. അപ്പോൾ ദിവ്യ പുറത്തു പറയുന്നതിനെ, ഈ കേസിനകത്ത് പ്രതിയെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ദിവ്യ പുറത്തു പറയുന്നതിനെ മറ്റാരെക്കാളും ഭയക്കുന്നത് ഈ പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഇരട്ട മുഖമാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടില്ലായ്മയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാടിനപ്പുറത്തേക്ക് ഭരണതലത്തിൽ നിന്നൊരു നീതി ഈ മഞ്ജുഷയ്ക്കും അവരുടെ 2 മക്കൾക്കും കിട്ടുമോ എന്നുള്ളത് കേരളം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ പെട്രോളിയം മന്ത്രാലയം സ്വാഭാവികമായും അനുമതി കൊടുക്കേണ്ട, ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെയുള്ള സുരേഷ് ഗോപി പറഞ്ഞു എന്ന് കേന്ദ്രമന്ത്രി. അപ്പോൾ BJPയുടെ ഒരു കാപട്യം കൂടി ഇതിനകത്ത് വെളിവാവുകയാണ്. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കണമെങ്കിൽ, ഇതിൽ ബിനാമി അന്വേഷിക്കണമെങ്കിൽ, ഇതിൽ ഈ പാർട്ടി ഉന്നതമായ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കണമെങ്കിൽ, ഇതിനകത്ത് ഈ വ്യാജ പരാതിയുടെ ഉറവിടം അന്വേഷിക്കണമെങ്കിൽ, ഈ
ഈ പോസ്റ്റ്മോർട്ടം നടന്നതിൻ്റെ ഇൻക്വസ്റ്റ് നടന്നതിൻ്റെ ദുരൂഹത അന്വേഷിക്കണമെങ്കിൽ അവിടെ ആ പകൽ ദിവസം അന്ന് ഈ അനുമതിയില്ലാതെ ചടങ്ങിനകത്ത് കടന്നു വന്നതിന് ശേഷം ആ മനുഷ്യൻ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ ഇതുവരെ ശേഖരിച്ചിട്ടില്ല പോലീസ്, കണ്ണൂരിലെ ടൗൺ പോലീസ്, ഈ SIT. അപ്പോൾ ഇതെല്ലാം ഒരു കൃത്യമായി ചെയ്യണമെങ്കിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക്, പ്രത്യേകിച്ച് CBI പോലെയുള്ള ഒരു അന്വേഷണ സംവിധാനത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇവിടെ CPM എല്ലാ കാലത്തും എടുത്ത ഇരട്ട നിലപാട്, MV രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിൻ്റെ മൃഗങ്ങളെ ചുട്ടുകൊന്ന്, അദ്ദേഹത്തെ ആക്രമിച്ച് കൊല്ലാൻ ആളെ അയച്ച്, അദ്ദേഹത്തെ നിയമസഭയിൽ നിന്ന് ചവിട്ടി അടിച്ച് പുറത്താക്കി, അവസാനം അദ്ദേഹം മരിച്ചപ്പോൾ, അദ്ദേഹം മരിക്കാൻ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാണാൻ നിന്ന പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മൃതദേഹം CP ജോണിനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് CMPക്കാർക്ക് പോലും വിട്ടുകൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എടുത്തു കൊണ്ടുപോയ CPMനെ കണ്ണൂരിലെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇത്തരം കാര്യങ്ങളിൽ ഒരേ സമയം ഇരട്ട നിലപാടെടുക്കുന്ന CPMൻ്റെ കാപട്യത്തിൻ്റെ മുഖമാണ് ADMൻ്റെ മരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നിസ്സഹായായ 2 പെൺമക്കളെ കൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മരണം അസമയത്ത് കേൾക്കേണ്ടി വന്ന, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭർത്താവിനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നിടത്ത് ആ ഭർത്താവിൻ്റെ മരണ വാർത്ത കേൾക്കേണ്ടി വന്ന നിസ്സഹായ മനുഷ്യയുടെ കൂടെ രാഷ്ട്രീയ പ്രസ്താവനയിൽ എത്രമാത്രം ഇമോഷനും എത്രമാത്രം വികാരമുണ്ട് എന്ന ചോദ്യത്തിന് ഇനി ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടിയായിരിക്കും ഉത്തരം നൽകുക. വളരെ നന്ദി ശ്രീ MN കാരശ്ശേരി, ശ്രീ മലാലപ്പുഴ ശശി, ശ്രീ ജയചന്ദ്രൻ, ശ്രീ അബ്ദുൾ റഷീദ്.